അന്തർദേശീയ തലത്തിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്ത ചൈനീസ് സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് പാകിസ്ഥാനിൽ എത്തിയിരിക്കുന്നു. Y-20 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് വഴിയാണ് ഈ ചൈനീസ് സൈനികരെ പാകിസ്ഥാനിൽ എത്തിച്ചിരിക്കുന്നത്. എവിടെയാണ് ഇവർ എത്തിച്ചതെന്നുള്ള റിപ്പോർട്ടുകളില്ല. പക്ഷേ ഔദ്യോഗികമായി തന്നെ ചൈന ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവരുടെ ഔദ്യോഗിക പോസ്റ്റിൽ അവർ പറയുന്നത് പ്രത്യേക ഓപ്പറേഷൻ സജ്ജമായ ഒരു സംഘമാണ് അവിടെ എത്തിയിരിക്കുന്നത്. അവർ ആർമി, ഏവിയേഷൻ, ലോജിസ്റ്റിക് സപ്പോർട്ട് തുടങ്ങിയവയ്ക്കാണ് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പാക് സൈന്യത്തിന് വേണ്ട പരിശീലനം നൽകുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ പാക് ജനത വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. കാരണം ചൈനയുടെ കടന്നുകയറ്റത്തിനെതിരെ വലിയ പ്രതിഷേധം നേരത്തെ മുതൽ തന്നെയുണ്ട്. ചൈനീസ് പൗരന്മാരെ കൊലപ്പെടുത്തുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ചൈനീസ് പൗരന്മാർ നിരന്തരം കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ ചൈന അവരുടെ നിലപാട് ഘടിപ്പിച്ചിരുന്നു. അവർ പറഞ്ഞത് തങ്ങളുടെ പൗരന്മാർക്ക് സുരക്ഷ നൽകാൻ തങ്ങളുടെ സൈന്യം തന്നെ കളത്തിലിറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ബാക്കിയായിട്ട് തന്നെയാണ് പാകിസ്ഥാൻകാർ ഇതിനെ കാണുന്നത്. കാരണം ചൈനയുടെ ഒരു കടന്നുകയറ്റം, സൈനികപരമായ ഒരു കടന്നുകയറ്റമായിട്ട് തന്നെയാണ് അവർ അതിനെ കാണുന്നത്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പാക് സൈന്യം TTP, ഒപ്പം തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തുടങ്ങിയ ഭീകര സംഘടനകളെ ഒതുക്കുവാൻ വേണ്ടി ഒരു വലിയ ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. 30,000 പാക് പട്ടാളക്കാരാണ് ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നത്. ഈ അടുത്ത സമയത്തും പാക് പട്ടാളത്തിന് വലിയ നാശനഷ്ടം ഈ ഭീകര സംഘടനകൾ വരുത്തിയിരുന്നു. ഇവരെ ഒതുക്കുക, ഇല്ലെങ്കിൽ ഇവരെ ഇല്ലാതാക്കുക, അതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ പാക് പട്ടാളത്തിനൊപ്പം ചൈനീസ് പട്ടാളം കൂടി ചേർന്നുകൊണ്ട് ഒരു ഓപ്പറേഷന് തയ്യാറെടുക്കുകയാണെന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. ബലൂചിസ്ഥാനിൽ ഇതൊരു വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഒപ്പം തന്നെ പാകിസ്ഥാനിലും അതൊരു പ്രതിഷേധത്തിന് കാരണമാണ്. കാരണം പാക് മണ്ണിലേക്ക് മറ്റൊരു സൈന്യത്തിൻ്റെ ഘടകമെത്തുന്നു. അവരുമായി ഒന്നിച്ച് ഈ സൈനിക ഓപ്പറേഷൻസിൽ, അതായത് പാക് ജനതയ്ക്കിടയിൽ തന്നെ ഒരു സൈനിക ഓപ്പറേഷന് നീക്കം നടത്തുന്നു. ഇതൊരു വലിയ പ്രതിഷേധമായി മാറുന്നു. ഏതായാലും ചൈന അത്തരം കാര്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. പക്ഷേ അവരുടെ പോസ്റ്റിൽ അവർ പറയുന്ന കാര്യം പ്രത്യേക ഓപ്പറേഷൻ, അതായത് കമാൻഡോ സംഘമാണ് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യം. മിസ്റ്റർ മുസ്ലിം മലയാളം.